ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രിപ്റ്റോ മാർക്കറ്റ് ക്രാഷിനെ കുറിച്ചാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് അതുപോലെ തന്നെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് എല്ലാം ക്രാഷിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറേ നാൾക്ക് ശേഷം വീണ്ടും ഏകദേശം ഒരു ഡൗൺ എന്ന രീതിയിൽ 56,000 വരെ പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 59,000 USD റേഞ്ചാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗോൾഡിൻ്റെ പ്രൈസ് വെച്ചിട്ട് നിങ്ങൾ നോക്കുക. ഗോൾഡിൻ്റെ പ്രൈസ് ഏകദേശം ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. പക്ഷേ ഗോൾഡിൻ്റെ പ്രൈസ് മൊത്തത്തിൽ ഡൗണിലോട്ട് വീണിട്ടില്ല. ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത്. എന്തുകൊണ്ടാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന്, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്ന് ഒരു ക്രാഷിലോട്ട് 2300 നിന്ന് ഒരു 2200 അല്ലെങ്കിൽ 2100 പെട്ടെന്ന് ക്രാഷിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസും ക്രാഷ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ക്രാഷിലോട്ട് പോകുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന വേറൊരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് അപ്പായിരുന്നാലും ഡൗൺ ആയിരുന്നാലും നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്ന ടൈം എന്ന് പറയുന്നത് മാക്സിമം ബൈ ചെയ്യുക, മാക്സിമം അവസരം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഈ രണ്ട് ക്യാൻഡിൽസ്റ്റിക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ഡൗൺ എന്ന രീതിയിലാണ് മാർക്കറ്റ് 2 ദിവസമായിട്ട് പോയത്. മാക്സിമം പേരും ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്ത് ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ വേണ്ടി പറ്റും. വോളിയം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ വേണ്ടി പറ്റും. അത് ലോങ് ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും. ഓക്കെ, ഇനി ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ്, ഷിബയുടെ പ്രൈസൊക്കെ ഏകദേശം കണ്ടോ 2200, ഏകദേശം 2000 വരെയാണ്. USDT മാർക്കറ്റാണ് പറയുന്നത്. 2000 വരെ വന്നിട്ട് ഇപ്പോൾ 2200 റേഞ്ചാണ് നിൽക്കുന്നത്. BNB ഏകദേശം ഒരു 40 USD ഡൗണിലോട്ട് വീണിട്ടുണ്ട്. ഏകദേശം 537, ഇപ്പോൾ 560 നിൽക്കുന്നത്. ഇവിടെ നിന്നും നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് വീഴുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസും ക്രാഷിലോട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക. ഇനി കൂടുതൽ പ്രോജക്റ്റ് ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ആയതിനു ശേഷം മാത്രം ബൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഇപ്പം വല്ലതും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ കറക്റ്റ് ഒരു ഡയറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, കാരണം ഇവിടെ ബൈ ചെയ്താലുള്ള ആൾട്ട് കോയിൻസ് ബൈ ചെയ്താലുള്ള റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സ്, കാരണം ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും 50,000 USD പോവുകയാണെങ്കിൽ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന ഡൗണിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ സമയവും നമുക്ക് ട്രേഡും അതുപോലെ തന്നെ മാർക്കറ്റ് എൻ്റർ ആവാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അടുത്ത് MXC ടോക്കൺ കണ്ടോ, ഏകദേശം 4.54 വന്നിട്ട് ഇപ്പോൾ 4.95 നിൽക്കുന്നത്. വീണ്ടും പുതിയ ഹൈലോട്ട് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വേണമെങ്കിൽ പുതിയ ഹൈലോട്ട് പോകാം, ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ. അയോട്ടയൊക്കെ ഏകദേശം സെയിം 0.20 ആ ഒരു റേഞ്ച് തന്നെയാണ് നിൽക്കുന്നത്. ഫയൽ ടോക്കണും ഡൗണിലോട്ട് ഏകദേശം 5.232. ഓക്കെ, മാറ്റിക്കും സെയിം തന്നെയാണ്. അത്ര വലിയ രീതിയിലോട്ട് മൂവ് ആയിട്ടില്ല. ഡൗണിൽ തന്നെയാണ് മിക്ക മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അടുത്ത് നമ്മുടെ വസീറസ് ടോക്കൺ ഏകദേശം 0.15 പോയിട്ട് 0.26 പോയിട്ട് വീണ്ടും 0.19 നിന്നിട്ട് 0.21 റേഞ്ചാണ്. ഓക്കെ, അതുകൊണ്ട് സൈഡ് വേസ് തന്നെയാണ് മിക്ക മാർക്കറ്റും. വലിയ രീതിയിൽ ക്രാഷിലോട്ട് പോയിട്ടില്ല. വെയിറ്റ് ചെയ്യുക. കാരണം ബിറ്റ്കോയിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ 50,000 USDക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ ആൾട്ട് കോയിൻസ് എല്ലാം നല്ല രീതിയിൽ ഡൗണിലോട്ട് പോകുന്നതായിരിക്കും. ആ ഒരു ടൈം എന്ന് പറയുന്ന ബിഗിനേഴ്സിനാണെങ്കിൽ വീണ്ടും വന്നിട്ട് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഷിബയ്ക്കകത്ത് ബിഗിനേഴ്സിന് ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബൈ ചെയ്യാവുന്നതാണ്. പക്ഷേ കൂടുതൽ എമൗണ്ട് യൂസ് ചെയ്യരുത്. കാരണം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷായി ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ക്രാഷായി കഴിഞ്ഞാൽ വീണ്ടും 150% ഡൗണിലോട്ട് വീഴുന്നതായിരിക്കും. അതുകൊണ്ടാണ് വെർജ് ബൈ ചെയ്യാനുള്ള അവസരം ഇപ്പോൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചെയ്യാനുള്ള അവസരം ഉണ്ട്. കാരണം ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം ഡൗൺ ആയാൽ പോലും 0.003 വരുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ വെർജ് ബൈ ചെയ്യാവുന്നതാണ്. ലോങ് ടൈമിന് വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ബൈ ചെയ്താൽ മതി. അടുത്ത് ബാറ്റും ഏകദേശം ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.23 ആണ്. 0.20 താഴെ വന്നാൽ മാത്രം ബാറ്റ് ബൈ ചെയ്താൽ മതി. റിസ്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോജക്റ്റും ഇപ്പോൾ റിസ്ക് ആണ്. കാരണം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്.